വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചിക്കൻ ഒലത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാ വീട്ടിലും തന്നെ ചിക്കൻ ഒലത്ത് ചെയ്യാറുണ്ട്, എന്നാലും എൻ്റെ രീതി നമുക്കിന്ന് കാണാം. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് ചിക്കൻ ഒലത്താൻ നേരത്ത് ആദ്യം മല്ലിപ്പൊടി മുളക് പൊടിയുടെ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാം. നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒലത്താൻ നേരത്ത് വളരെ ചെറിയ പീസസായിട്ട് ചില്ലിക്കട്ട് പോലെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ഓവറായിട്ട് ബേൺഡായി പോകാൻ ശ്രദ്ധിക്കുക. നല്ലൊരു മണം വരും. ആ മണം വരുമ്പോഴേ ഓഫ് ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. തീ കുറച്ച് വെച്ച് ചെയ്യുക. ഓഫ് ചെയ്യാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ലൊരു മണവും വന്നു. ഈ സമയത്ത് ഓഫ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് വലിയൊരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് ചിക്കനിലേക്ക് നമുക്ക് ബാക്കിയുള്ള അരപ്പുകളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ആ മിക്സറിനകത്തേക്ക് ചേർക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1/4 കപ്പ് തേങ്ങാക്കൊത്ത്. ചിലർ ഫ്രൈ ചെയ്യാനകത്ത് ഇടും, ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യും. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരേ ക്വാണ്ടിറ്റി എടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി ഒരേ ക്വാണ്ടിറ്റിയിലെടുത്ത് ചതച്ചിട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ചേർക്കാം. പെപ്പർ പൗഡർ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഗരം മസാല 1/4 ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർക്കുക. സോൾട്ട് ആവശ്യത്തിന് ചേർക്കുക. ഒരു ചെറിയ ഹാൻഡ്ഫുൾ ഓഫ് കറി ലീവ്സ്. മഞ്ഞൾപ്പൊടി അത് 1/2 ടീസ്പൂൺ. കുറച്ച് വിനീഗർ 2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇത് മിനിമം ഒരു അരമണിക്കൂർ വെക്കുക. സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെക്കുക. ഇതടച്ച് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പാനിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഈ പാനിലേക്ക് ഇട്ടു. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഒരുപാട് വരും. നമ്മളിത് ഒലത്തുവാണല്ലോ ചെയ്യുന്നത്, കറി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് ചെറുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ്സോളം ആയി. തുറക്കാം. ഇപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട്. ആ വാട്ടർ കണ്ടൻറ്റ് ഫുൾ പോകണം, ഡ്രൈ ആവണം. ഒലത്താനായിട്ടാണല്ലോ. അപ്പോൾ ഇത് വെള്ളം പറ്റാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം വെള്ളം ഓൾമോസ്റ്റ് പറ്റി, കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ.
ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആവണം. ഡ്രൈ ആയ ശേഷം നമുക്ക് ഒലത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. കൊളുത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വലിയ പീസ് ഉപയോഗിക്കില്ല, ചെറിയ പീസസ് എപ്പോഴും നല്ല, അപ്പം ഫ്ലേവർ ഉണ്ടാവും, അകത്തേക്ക് നന്നായിട്ട് പിടിക്കും. പിന്നെ ഒരുപാട് വെന്ത് പോകല്ല, അപ്പം നമ്മൾ ഒലത്തുമ്പോഴത്തേക്ക് അതെല്ലാം പൊടിഞ്ഞു പോകും. അപ്പം അത് രണ്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഫുൾ ഡ്രൈ ആയി. നമുക്കിത് ഒലത്തിയെടുക്കാം. ഇത് ഈ പാൻ ഇങ്ങോട്ട് മാറ്റുകയാണ്, മാറ്റിയിട്ട് വേറൊരു പാൻ വെക്കാം. അപ്പോൾ ചിക്കൻ അലത്താനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. ഞാൻ അലത്താൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന അയണിൻ്റെ പാന്. ഇത് നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്ന അയൺ പാനാണ്, അലത്തിയെടുക്കാൻ നല്ലത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒലത്തിയിട്ട് നമുക്ക് ഒരു 1 വീക്കൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം സമയമില്ലാത്തവർ, ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഉള്ളൊരു ഓപ്ഷനാണ്. ഇത് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. 1 വീക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഒലത്തിയ ശേഷം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പം പറ്റിച്ചിട്ട് ആവശ്യമുള്ളതനുസരിച്ച് ഒലത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഡിഫറൻസ് ഇല്ല, നല്ല ഫ്രഷായിട്ട് തന്നെ കഴിക്കാം. അപ്പം ഈ രീതിയിൽ പറ്റിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 10 കഷ്ണം ഗാർലിക് ക്രഷ് ചെയ്തതാണ് കേട്ടോ, അതിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് സവോള, ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത്, ചുമന്നുള്ളി വേണേലും ഇടാം ഒലത്താനായിട്ട്. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അണിയൻസ് ഇട്ട് നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ഇടാം, അണിയൻസ് പെട്ടെന്ന് കുക്ക് ആവാനായിട്ട്. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ കുക്ക് ചെയ്യണം. അണിയൻസ് ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ സ്റ്റേജിൽ നമുക്ക് കറി ലീവ്സ് ഇടാം. ഒരു ചെറിയ ഹാൻഡ്ഫുൾ ഓഫ് കറി ലീവ്സ് ഇട്ടു. ഒപ്പം തന്നെ ചതച്ച മുളക്, ഇത് ഓപ്ഷനില്ല, വേണമെങ്കിൽ ചൂട് എരിവ് വേണമെങ്കിൽ ചതച്ച മുളക് ഒരു ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇറച്ചി ഇട്ട് ഒലത്തിയെടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇനി ഒലത്തിയെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ആ എണ്ണയും ഉള്ളിയും എല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് പൊതിയുന്ന വരെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഒലന്നു. സീസണിങ് ചെക്ക് ചെയ്യുക, സോൾട്ട് ആൻഡ് പെപ്പർ എപ്പോഴും ചെക്ക് ചെയ്യുക. ഇത് പെർഫെക്റ്റ് ആണ്. നമ്മളതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റുക. ചിക്കൻ ഒലർത്ത് എൻ്റെ സ്റ്റൈൽ റെഡിയായി. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ലൊരു ഡിഷാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, സമയമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി ആയത്. ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.